നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂൺ 18 ബുധൻ. മൊസാദ് വിറച്ചു. ആക്രമണം തുടർന്ന് ഇസ്രയേലും ഇറാനും. വെടിനിർത്തലല്ല, യഥാർത്ഥ അന്ത്യം ഉടനെന്ന് ട്രംപ്. ഇസ്രയേലിൽ ദൃശ്യ സംപ്രേഷണത്തിന് മാധ്യമ വിലക്ക്. ഇസ്രയേലിന് G7 രാജ്യങ്ങളുടെ പിന്തുണ. ഇന്ന് യുദ്ധവിരുദ്ധ റാലികൾ. ഇസ്രയേൽ കടന്നാക്രമണം കൂട്ടക്കുരുതിക്ക് CPIM. ആശങ്കയൊഴിയാതെ ആകാശയാത്ര. എയർ ഇന്ത്യ 6 ഡ്രീം ലൈനർ സർവീസ് റദ്ദാക്കി. ഹോങ്കോങ് ഡൽഹി വിമാനം തിരിച്ചിറക്കി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് SFIക്ക് ഉജ്ജ്വല വിജയം. നിലം പൂത്തു, ഇനി ചുവപ്പ് വസന്തം. ദേശാഭിമാനി എഡിറ്റോറിയൽ. വ്യോമഗതാഗതത്തിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കണം. രാജ്യത്തെ കണ്ണീരിലാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയും ഒളിച്ചുകളിയും അസഹ്യവും അപലപനീയവുമാണ്. അപകടം നടന്ന ഒരാഴ്ച തികയുമ്പോഴും ഉറ്റവരുടെ മൃതദേഹങ്ങൾക്കായി ബന്ധുക്കൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആഘാതത്തിൽ കഴിയുന്നവർക്ക് അസഹനീയമാണ് ഈ കാത്തിരിപ്പ്. അപകടത്തിൽ എത്ര പേർ മരിച്ചെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ കൂടി ഇതേവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് 78 ഡ്രീം ലൈനർ വിമാനം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദുരന്തത്തിൽപ്പെട്ടത്. പറന്നുയർന്ന ഉടൻ തകർന്നു വീണ് യാത്രക്കാരും വിമാന ജീവനക്കാരുമടക്കം 241 പേർ മരിച്ചെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. വിമാനം പതിച്ച BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും പരിസരവാസികളും അടക്കം ഏതാനും പേർ കൂടി മരിച്ചെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. അങ്ങനെ ആകെ മരണം 275 എന്ന് പറയുമ്പോഴും പ്രദേശത്ത് നിന്ന് പലരെയും കാണാതായതായി പരാതികൾ ഉയരുന്നുണ്ട്. അവയ്ക്കൊന്നും വേണ്ട ഗൗരവം കൊടുക്കാനോ അന്വേഷിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല. അതിനിടെയാണ് DNA പരിശോധന നടത്തി മൃതദേഹം വിട്ടുകൊടുക്കുന്നതിലെ കാലതാമസം. ദുരന്തത്തിൽ മരിച്ചവരോടുള്ള അനാദരവായി മാത്രമേ ഈ നിസ്സംഗതയെ കാണാനാകൂ. ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാറിന് വഴിവെട്ടുന്നവർ. ഈ വിധിയെഴുത്ത് ബഹുസ്വരതയ്ക്കും വികസനത്തിനും. 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയയിൽ എത്തിച്ചു. ഇസ്രയേലിന് ആകില്ല ഹൊർദായെ തൊടാൻ. ഇസ്രയേലിനെ പിന്തുണച്ച് G7 രാജ്യങ്ങൾ. ഇറാൻ സർക്കാരിനെ മാറ്റേണ്ടത് പുറത്തുള്ളവരല്ല. ഞാൻ എരിയുന്നു, ഞാൻ മായുന്നു. ഫർണിയ അബ്ബാസ്. ഇതെന്താണ്? അവൾ എല്ലാമായിരുന്നു. മകൾ, കവി, അധ്യാപിക. അടുത്തിടെയാണ് മാനേജ്മെൻറ്റിൽ ദേശീയ പ്രവേശന പരീക്ഷ പാസ്സായത്. എന്നാൽ ഇറാൻ സെൻട്രൽ ബാങ്കിലെ ജോലി തുടരാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിൽ പണ്ടെന്നോ നോട്ട് പുസ്തകത്തിൽ അവൾ തന്നെ കുറിച്ചിട്ടതുപോലെ അവൾ ഞങ്ങളിൽ നിന്ന് മാഞ്ഞു എന്നേക്കുമായി. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ യുവ കവി ഫർണിയ അബ്ബാസിയുടെ ഉറ്റ സുഹൃത്ത് മറിയം കൂട്ടുകാരിയെ ഓർക്കുന്നത് ഇങ്ങനെ.